എൻ്റെ പേര് ഷാജഹാൻ ഷാജി, സ്ഥലം കൊടുങ്ങല്ലൂർ. എൻ്റെ പേര് പ്രശാന്ത്, സ്ഥലം കൊടുങ്ങല്ലൂർ പുരുബസാറിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് രജിത, അന്തിക്കാട് നിന്ന് വരും. എൻ്റെ പേര് സത്യരാജ്, ഇരിഞ്ഞാലക്കുട ഇടതിൽ നിന്ന് വരുന്നു. ഞങ്ങൾ ചെറിയൊരു അമ്മായിയുടെ ഒരു പിണക്കുണ്ട്, അതൊന്നും മാറ്റാൻ വേണ്ടി വരികയാണ്. അപ്പൊ എല്ലാവരും കാണാം. സെറ്റാണോ? പൊളിക്കും. ഓക്കെ, നമുക്ക് ആദ്യം ചിരി വീട്ടിലേക്ക് നോക്കിയാലോ? ചിരി വീട്ടിലേക്ക് ഇറങ്ങി വരട്ടെ. സീറോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇത് കറക്കിയിട്ട് ആദ്യത്തെ ഒരു ഇനിഷ്യൽ എമൗണ്ട് എത്രയാന്ന് കിട്ടുന്നതെന്നുള്ളത് നോക്കാം. ആരാ കറക്കുന്നേ? ആണോ? അപ്പൊ ഒരൊറ്റ തവണ ശക്തിയിൽ അങ്ങോട്ടേക്ക് കറക്കിക്കോ. ഓക്കെ. ആ ഇല്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ കിട്ടിയാലും. അപ്പൊ ശരി, പൊളിക്കില്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അതെ, അല്ല വേണ്ട, നിക്ക്. അതെ, 5 വർഷമായിട്ട് പണിങ്ങിക്കണ അമ്മായ. അതെ. അപ്പൊ അമ്മായിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം പോയിട്ട് അമ്മായിനെ മരിക്കുക, അതിന് ശേഷം നിങ്ങളെ ഞാൻ വിളിക്കാം. അപ്പൊ നിങ്ങൾ വന്നാൽ മതി. ഞങ്ങോട്ട് വെയിറ്റ് ചെയ്തോളാം. ഇല്ലേട്ടാ, മെരുക്ക എന്താ അരിക്കൊമ്പനാ? ഇതിനോടൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലേക്ക് കൊടുക്കടാ. എന്റെ ഒന്ന് സൈക്കൊന്നും മിണ്ടാതിക്കണ്ടോ? സൈക്കോ? ഞാനോ? അല്ല ശരണ്യെ മിണ്ടല്ലേ. ഈ ഏട്ടമായി വിളിച്ചാ ചെല്ല്. ഞാൻ പോല എന്ത് നോക്ക്. ചേട്ടൻ ചെല്ലട്ടെ, ഞാൻ നോക്കിക്കോളാം. ഓ, എപ്പോഴേലും കൊണ്ട് കളയാതില്ല. ഒന്ന് പോയി തുറക്കൊന്ന്. അമ്മായി, കാലത്ത് തന്നെ നീ വന്നെന്തിനാണ്? എന്റെ തലതല്ലി പൊളിക്കാനാണോ? അമ്മായി ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ? അങ്ങോട്ട് നോക്കിയേ. എന്റെ അനിയൻ കൂട്ടനെയും അവന്റെ പെണ്ണിനെയും ഞാൻ കൊണ്ടുവന്നുണ്ട് അമ്മായിയുടെ അനുഗ്രഹം മേടിക്കാനായിട്ട്. ഇവിടെ വേണോ അനുഗ്രഹം മേടിക്കാൻ? അമ്മായെ അനുഗ്രഹിക്കണേ. ഇറങ്ങി പോണ എന്റെ കുടുംബത്തിന്ന്. അമ്മായി ഇതൊന്നും പറയില്ല അമ്മായി. പിന്നെ ഇത് അങ്ങനെ പറയാൻ പറ്റില്ല. ഈ കാലിന്റെ അനുഗ്രഹം എനിക്ക് വേണം. ആ കാലിന്റെ അനുഗ്രഹം പിള്ളേട്ടാണോ? നശിപ്പിച്ച് താഴേക്ക് മഞ്ജു ദേ. എന്റെ ദൈവമേ, കണ്ണിക്കര വലിച്ചു കയറാൻ ഞാനെന്താ വല്ല ഓലപ്പട്ടം കാണാണോ? എവിടെ മൂത്തവൻ? എവിടെ? എന്നെ ഒന്ന് പൊക്കിയാടാ. എവിടെ? നീ ഈ കാലത്ത് തന്നെ ഇവരെ വിളിച്ചോണ്ട് എന്റെ കാലവാരി നിലത്തടിക്കണോടാ. നിനക്ക് 19 വയസ്സായിടാ. നിനക്ക് വല്ല പണിക്ക് വെക്കൂടാ. എനിക്ക് ജോലി കിട്ടിയമ്മായി. എന്റെ ജോലിയുടെ ഭാഗമാണത്. ഇതെവിടെ ജോലി കിട്ടിയ എനിക്ക്? നീയേ സാപ്രിയ സംഗീതം പഠിക്കാണ്ടേ നീ അവിടെ മാറി നിന്നിങ്ങട്ടെ KSRTC എഴുതി പഠിക്ക്. എന്നിട്ടൂത് എനിക്കിട്ടൂതല്ലേ? നീ എനിക്കിട്ടൂതല്ലേ കേട്ടാ? അമ്മായി തിന്നോ. എന്താ അത്? അണ്ടിപ്പരിപ്പ് മുന്തിരിയാ. ആഹാ, അമ്മായി എന്റെ പെണ്ണിന്റെ സ്നേഹം കണ്ടില്ലേ? എന്ത് സ്നേഹം നോക്കി അമ്മായി അടുത്ത്. അതല്ല, പിന്നെന്താണ്? കേളത്തെ ചോക്ലേറ്റ് മാത്രം മതി, അത് അമ്മായിക്ക് വെച്ചു. അയ്യോ, വിളിച്ചോണ്ട് പോടാ ഈ സാധനത്തിനാ. അമ്മായി എന്തെങ്ങനെ? അമ്മായി ഇങ്ങനെ വെച്ചാൽ എന്താണെന്നറിയോ? അമ്മായി ഇങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മായി ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഫ്രണ്ടിലിരിക്കും, KSRTC ബസ്സിൽ കയറി കഴിഞ്ഞാൽ ബാക്കിലിരിക്കും. നീ അധികം നീ വളച്ചെടുത്ത് ഞാൻ നിന്റെ തലേ കയറിയിരിക്കും കേട്ടോടി. അമ്മായി ഇങ്ങനൊന്നും പറയല്ലോ. നോക്കിയേ എന്റെ മോളെ നോക്കാം അമ്മായി. നോക്കിയേ അമ്മായിയുടെ അതേ കണ്ണ്, അമ്മയുടെ അതേ മൂക്കുന്ന്, അതേ നാക്ക് വരെയുണ്ട്. എനിക്ക് കാണണ്ട. എന്താ അമ്മായി കാണണ്ടെന്ന് പറയുന്നത്? ചോദിക്ക്. അമ്മായി പണ്ട് കാനഡയിലായിരുന്നു. അല്ലടി നിങ്ങൾ അമ്മായ ഒരു കാര്യം പറയട്ടെ. നോക്കിയേ എന്റെ കല്യാണം അച്ഛൻ വിളിച്ചില്ല, പോട്ടെ ക്ഷമിക്ക്. പക്ഷെ ഞാൻ അമ്മേനെ കല്യാണം വിളിച്ചില്ലേ, അമ്മായിക്കൊന്നും അവിടെ വരെ വന്ന് പോയിട്ട് ഞങ്ങളുടെ അനുഗ്രഹം മേടിച്ചോണ്ട് പോവായിരുന്നില്ല അമ്മായ. എനിക്ക് തന്നെ കിട്ടോടാ. അവൻ പറഞ്ഞു കേട്ടാ, അവന്റെ കല്യാണത്തിന് ചെന്നിട്ട് ഞാൻ അവന്റെ അനുഗ്രഹം. അയ്യോ തെറ്റി. നിനക്ക് അങ്ങനെ തന്നെ വേണം. അവന്റെ തല വണ്ടേ തിരിഞ്ഞതാ. ഒന്ന് പോർന്ന് അമ്മായെ. എന്നാലും അമ്മായിക്കൊന്നും കല്യാണം ഒന്നും കൂടാൻ വന്നൂടെ? നിന്റെ കല്യാണത്തിന് കൂടാൻ വന്ന കഥ ഞാൻ പറയണോ? എവിടെ അവൻ? അതെ നിക്കണ് ഇവന്റെ മൂത്ത മോൻ കല്യാണത്തിന്റെ ഒത്ത നടുപ്പന്തിലല്ലേ വന്ന് നിന്നത്. എന്നെ നെഞ്ചത്ത് കയറി ചവിട്ടാൻ. പറയട്ടാ, നിങ്ങൾ ആരെങ്കിലും അവരൊന്ന് പിടിച്ചു മാറ്റിയാ ചേട്ടാ? ഇതിപ്പോ ഞാൻ ആ കലവറെ കയറി ഒരു പപ്പടം തിന്നാൻ വേണ്ടി കുമ്പിട്ടതാണ്. അവനെന്റെ കോതമംഗലം നോക്കിയല്ലോ ഒരു ചവിട്ട് പറ്റിയത്. എന്നിട്ടല്ലടാ ആ ചവിട്ടിയിട്ടല്ല ആ പപ്പടം പൊട്ടിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ വിളമ്പിട്ട് ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. TV-യിൽ വന്ന് പേപ്പറിൽ വന്ന് എന്തൊക്കെയുണ്ട് ഉണ്ടായത്.
എന്നിട്ടെങ്കിലും നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയില്ല. 5 വയസ്സായ കൊച്ചിനെ കുറിച്ച് ഈ പറഞ്ഞ 5 വയസ്സായ കൊച്ചിനോട് ഞാൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ? എന്റെ പൊന്നമ്മായി. നീയൊന്നും പറയണ്ട, നീയൊന്നും പറയൂല. അമ്മായി അപ്പൊ ഈ കോതമംഗലത്തെ കേസ് എന്തായി? ഏത് ഈ സാധനത്തിന് കീം കൊടുത്ത് വിട്ടിക്കടാ? നീ ഈ സാധനത്തിന്റെ ബാറ്ററി ഇടണ്ടാ. മിണ്ടരുത് കൊടുത്തിട്ട്. അമ്മായെ നോക്കിയേ, അതെ അമ്മായി അച്ഛനും എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എന്നോട് പറ, ഞാൻ തീർത്താലും അമ്മായി നമുക്ക് വീട്ടിലേക്ക് പോവാം. കണ്ട അതി ഒരാളെ ഫോട്ടോ പല്ലി പല്ലിയാണ് അടിച്ചാൻ പിടിക്കും. ഇയാളുടെ 60-ാം പിറന്നാളിന് മുറിക്കാൻ പറ്റ കേക്കില് പന്നിപ്പടക്കം വെച്ച് പൊട്ടിച്ചോനല്ലടാ. പന്നിപ്പടക്ക അമ്മായി അങ്ങനെ പറയാൻ നിൽക്കരുതിട്ടാ. അത് അമ്മായി അതെന്താ വെച്ചാൽ ഇപ്പോഴത്തെ കേക്കിൽ ട്രെൻഡാണ്. മറ്റേ ബർത്ത്ഡേ ക്യാൻഡി ലൈറ്റ് എന്ന് പറയും. ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. വേണ്ട, ഈ ബർത്ത്ഡേ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എനിക്കറിഞ്ഞൂടാ. ആദ്യം നമ്മൾ തിരി കത്തിക്കും. തിരി കത്തിക്കുമ്പോൾ വൈസ് എഴുതി കാണിക്കും. അത് കഴിഞ്ഞ് പൂത്തിരി കത്തും. അത് കഴിഞ്ഞ് അവസാനം ഒരു കുഞ്ഞു പടക്കത്തോടു കൂടി അല്ല എന്തിപ്പോഴുണ്ടായേ? കുഞ്ഞാനെ എന്റെ അമ്മായെ നിനക്ക് ഈ സാധനത്തിന് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞേ? വട്ടപ്പാറയെന്ന്. വട്ടപ്പാറല്ല എവിടെ നിന്ന്? കുന്നിന്റെ മേലെ എപ്പ നട്ടുച്ചക്ക് കണ്ടില്ലമ്മായി മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്തിരിക്കണ്. ആഹാ, ഇതിന്റെ മുടിയലട സ്ട്രേറ്റ് ചെയ്യേണ്ടത് ആയതിനെ കൊണ്ടായി ഇതിന്റെ നാക്ക് സ്ട്രേറ്റ് ചെയ്യടാ. ഈ നാട്ടുച്ചക്ക് കിട്ടിയ നട്ടപ്രാതിന് എവിടെങ്കിലും കൊണ്ടുപോയി പറഞ്ഞയക്കടാ. നമുക്ക് എവിടേക്ക്? വട്ടപ്പാറയ്ക്ക്. എന്റെ കാട്ടുകുത്തപ്പ എന്നെ കൊല്ലാൻ കൊണ്ടോണേ. ഹലോ പാപ്പനും പിള്ളേ, എന്നാ പറ്റി പാപ്പാ? വിഷമം എന്തോ ആലോചിച്ചോണ്ടിരിക്കും. ഇപ്പോഴും പഠിച്ചതൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. ഇല്ല, ശരി. അപ്പൊ ആദ്യം നിങ്ങൾക്ക് എത്ര കിട്ടിയെന്നുള്ളത് നോക്കാം. തിരിഞ്ഞു നോക്കിക്കോ. എല്ലാവരുടെ മുഖം ഇവിടുന്ന് കറക്കി ഭാഗ്യം എത്രയായിരുന്നു അവിടെ എത്തിച്ചത്? 10. ഇപ്പൊ എത്രയാണ്? 6. അതെന്താ പറ്റിയെന്നുള്ളത് നമുക്കിനി അറിഞ്ഞാലോ? യെസ്, ഓവർ ടു യു മാസ്റ്റേഴ്സ്. ആരായിരുന്നു ഇതിന്റെ സ്ക്രിപ്റ്റിംഗ്? എല്ലാവരും കൂടി ഒരുമിച്ചാ? കൗണ്ടർ മണി എന്നാണ് ഇതിന്റെ തന്നെ പേര്. കൗണ്ടർ മണി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളടിക്കുന്ന കൗണ്ടറുകൾക്ക് മണി കിട്ടുക എന്ന് പറയുന്നതാണ്. അല്ലാണ്ട് നമ്മുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്, നമ്മുടെ അഭിനയ ചാതുര്യം എന്ന് പറയുന്നത് ഇവിടെ നമുക്കത് നോക്കേയില്ല. നിങ്ങൾ നന്നായിട്ട് അഭിനയിച്ചാലും എന്ത് കിടന്ന് തലകുത്തി പറഞ്ഞാലും നല്ല നല്ല തമാശകൾ കൗണ്ടറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ബസർ ഇങ്ങനെ 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 തീരുമാനിക്കും. അപ്പോൾ അത് ഇല്ലാത്തടത്തോളം കാലം നമ്മൾ നിരാശപ്പെട്ടു പോകേണ്ടി വരും. അടുത്ത പ്രാവശ്യം ഗംഭീരാവില്ലേ? ഈ ഒരു പെർഫോമൻസ് മറക്കുക, അടുത്തതിന് വേണ്ടിയിട്ട് തയ്യാറാവുക. അതെ, അത്രേ ഉള്ളൂ. സ്ക്രിപ്റ്റ് സൈഡ് നല്ല വീക്കാണ്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് കളിച്ചു. പ്രത്യേകിച്ച് അമ്മവേഷത്തിൽ നിൽക്കുന്ന ആളില്ലേ, ഇണങ്ങുന്നുണ്ട് ആ ക്യാരക്ടർ അല്ലേ? നല്ല രസമായിട്ട് ഇണങ്ങുന്നുണ്ട് ഇതുപോലെ. ഈ പറഞ്ഞ പോലെയാ കുറച്ച് സ്ലാപ്സ്റ്റിക് കോമഡികളൊക്കെയാണ് നിങ്ങൾ കൂടുതൽ വന്നത്. തുടക്കത്തിൽ തന്നെ കുറേ നേരം സംസാരിച്ചൊക്കെ സമയം കളഞ്ഞു. ഞങ്ങൾ കുറച്ചൊക്കെ പമ്പ് ചെയ്യാൻ നോക്കി, നടന്നില്ല. സാരമില്ല, അടുത്തതിൽ നമുക്ക്. ഓക്കെ, താങ്ക് യു. യെസ് പ്രജോദേട്ടാ. അല്ല, 4 പേരും നല്ല ആർട്ടിസ്റ്റുകളാണ്. ഇനി ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, 4 പേരും ഉണ്ട്. ഒരാൾ 2 കൗണ്ടർ വെച്ചടിച്ചാൽ തന്നെ എത്ര സ്കോർ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം ഇത് പരിഹരിക്കുക. 4 പേരും നല്ല ആർട്ടിസ്റ്റുകളാണ് കേട്ടോ. അടിപൊളി. താങ്ക് യു സോ മച്ച്. കുഴപ്പമില്ല, സ്ക്രിപ്റ്റ് അത് നമുക്ക് അടുത്ത തവണ സെറ്റ് ചെയ്യാം. താങ്ക് യു. ഭരണം മിസ്റ്റർ ഇന്ദുചൂടൻ, ഭരണം. ഇന്ദുചൂടൻ മാത്രമല്ല, നിങ്ങളെല്ലാവരും വരണം, എല്ലാവരും വരണം. എന്താ വിശേഷം? എന്താ അടുത്ത മാസം 14-ാം തീയതി എന്റെ അപ്പച്ചയുടെ മോടെ കല്യാണമാണ്. ചിലപ്പോ ഈ സാധനം പോകുന്നുണ്ടല്ലേ, ചിലപ്പോ ഈ ടോണ് പോകുന്നുണ്ടല്ലേ, ചില സമയത്ത് ക്യാരക്ടർ എനിക്കറിയാം. എന്റെ അപ്പച്ചയുടെ മോടെ കല്യാണമാണ്. അപ്പച്ചയുടെ മോളെന്ന് പറയുമ്പോ എന്റെ ആരോ, എന്റെ മുറപ്പെണ്ണ. ഈ കല്യാണം എനിക്ക് മുടക്കണം. അതിന് ഇതിനെ പോലെ ഒരു പട്ട് പിടിച്ച പെണ്ണിനെ അതിനകത്തൊരു കയറ്റി പറയണം. ഈ കല്യാണം മുടക്കണം, എന്നിട്ട് അവളെയും കൊണ്ട് എനിക്ക് ജീവിക്കണം. എന്നാ പറയുന്നു? ഇത്രയും ബഹളം ഉണ്ടാക്കാമെങ്കിൽ അവിടെ ഇതിനേക്കാളും വലിയ മുകളിൽ ഉണ്ടാക്കാം. എന്നെ വേണ്ട വ്യക്തി മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഭീമൻ ചേച്ചനല്ലേ? അയ്യോ, ഭീമന്റെ കൊച്ചേട്ടനായിരുന്നോ? പിന്നെ നിങ്ങൾ എന്നാ വിചാരിച്ച ടർക്കിക്കോഴിയാണെന്നോ? ഇതാ ഞാൻ ഇതിനകത്തോട്ട് വരത്തില്ലാത്തതിന്റെ കാര്യം. പിന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു.
ഇതിന്റെ കിണ്ണനൊരു പെർഫോമൻസ് എന്റെ 28 നടക്കുന്ന പന്തലിൽ നടത്തണം. അപ്പൊ അതിനുള്ള അഡ്വാൻസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അമ്മച്ചി ഇങ്ങോട്ട് മാറി തന്നെ 6000 രൂപ ഉണ്ടോ? അപ്പൊ എല്ലാരും വരാതിരിക്കരുത്, വരണം.